എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു തായ് BL ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങുന്ന സമയത്ത് ഇവന് പെട്ടെന്നൊരു നെഞ്ചിൽ വേദനയും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ തലകറങ്ങി വീഴാണ്. ഇവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർത്ത് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഡോക്ടർ പറയുകയാണ് ഇവന് പെട്ടെന്ന് തന്നെ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. സമയത്ത് കറക്റ്റായിട്ട് തന്നെ അവന് ഹാർട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ ഹാർട്ടാണ് അവന് കിട്ടുന്നത്. ഒരു അപകടത്തിൽ മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ ഹാർട്ടാണ് അവന് കിട്ടുന്നത്. അങ്ങനെ സർജറിയൊക്കെ കഴിഞ്ഞ് അവൻ റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അവൻ നൈറ്റ് മെയർ പോലെ ആ പെൺകുട്ടിയുടെ മുഖം അവന് സ്വപ്നമായിട്ട് വരികയാണ്. എൻ്റെ ഹാർട്ട് ഭദ്രമായിട്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ഫേസാണ് അവന് ഓർമ്മയായിട്ട് നൈറ്റ് മെയറായിട്ട് വരുന്നത്. അതുപോലൊരു പയ്യൻ്റെ മുഖവും അവന് സ്വപ്നമായിട്ട് വരുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ഞെട്ടി എണീക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കണ്ടീഷനൊക്കെ സ്റ്റേബിൾ ആവുകയും അവൻ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് വിഷമിക്കുകയും കരയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവൻ്റെ കണ്ടീഷൻ കാരണം. പക്ഷേ ഇപ്പോൾ അവർ ഓക്കെയാണ്. അവൻ്റെ കണ്ടീഷനൊക്കെ നോർമലായി വന്നിട്ടുണ്ട്. അവൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ആലോചിച്ചിട്ട് അവൻ്റെ പാരൻസും ഫ്രണ്ട്സും ഒക്കെ ഒരുപാട് സമാധാനപ്പെടുന്നുണ്ട്. പക്ഷേ ഇവന് അവൻ്റെ ഹാർട്ട് ഡോണറെക്കുറിച്ച് അറിയാൻ വേണ്ടി ഒരുപാട് ആഗ്രഹം തോന്നുന്നുണ്ട്. അങ്ങനെ അവനും അവൻ്റെ ഹാർട്ട് ഡോണറെ അന്വേഷിച്ച് പോവാണ്. ഈ ഒരു ഹാർട്ട് ഡോണർ വഴിയാണ് അവൻ അവൻ്റെ ബോയ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നത്. ഈ കഥ എങ്ങനെ മുമ്പോട്ട് പോകും എന്നൊക്കെ അടുത്ത എപ്പിസോഡുകളിലായിട്ട് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു പഴയ ഡ്രാമയാണ്. ഇതിൻ്റെ എല്ലാ എപ്പിസോഡും റിലീസായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റും. ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്നും ഇവരെങ്ങനെ പരിചയപ്പെടും, ഇവരുടെ കെമിസ്ട്രി എങ്ങനെയാണ് വർക്കൗട്ടാകും എന്നൊക്കെ നമുക്കറിയണമെങ്കിൽ ഇനിയുള്ള എപ്പിസോഡ്സൊക്കെ കാണേണ്ടി വരും. ഈ ഡ്രാമയുടെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഹാർട്ട് ഡോണർ അന്വേഷിച്ച് പോകുന്നത് തൊട്ട് അടുത്ത എപ്പിസോഡിൻ്റെ സ്റ്റോറി ലൈൻ വരുന്നത് അതാണ്. എല്ലാവർക്കും ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്